മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം മിക്കവാറും ഉള്ളവർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 98% പേരും തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമുക്കറിയാം, നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റെ ജനറൽ റൂൾസ് ഉണ്ട്. എന്നാൽ ആ ജനറൽ റൂൾസിനോടൊപ്പം തന്നെ ചില എക്സെപ്ഷണൽ റൂൾസും ഉണ്ട്. ഈ പറയപ്പെടുന്ന എക്സെപ്ഷണൽ റൂൾസ് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യം പലരും തെറ്റിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, ഹി പ്രോമിസ്ഡ് ഹി ഡാഷ് കം എയർലി ഇങ്ങനെ ചോദ്യം തന്നിട്ടുണ്ട്. ഇത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. ഇത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ക്വസ്റ്റ്യൻ തരാതെ അതിനെ ഡയറക്റ്റിങ് തന്നിരിക്കുകയാണ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നിട്ട് എന്തെങ്കിലും ഇടയ്ക്കൊരു ബ്ലാങ്ക് തന്നിരിക്കുന്നു. ആ തരത്തിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. PSC മിക്കവാറും ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. നമ്മുടെ വിഷയം ഇതൊന്നുമില്ല. ഇവിടെ ഈ ബ്ലാങ്ക് വന്നിരിക്കുന്ന ഭാഗത്ത് വുഡ് വരുമോ, ഷാള് വരുമോ, വില്ല് വരുമോ, ഷുഡ് വരുമോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ പറയുന്ന ഷാളും വില്ലും ഒരിക്കലും വരില്ല. കാരണം എന്താ, ഈ പ്രോമിസ്ഡ് എന്ന് പറയുന്ന ഭാഗം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒന്നെങ്കിൽ വുഡോ അല്ലെങ്കിൽ ഷുഡോ ആണ് വരേണ്ടത്. അപ്പൊ ഇതിലേത് വരും? വുഡ് വരുമോ അല്ലെങ്കിൽ ഷുഡ് വരുമോ? രണ്ടിനും സാധ്യതയാണ് ഉള്ളത്. അത് ഇതിലേത് വരും എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ ചോദ്യം എങ്ങനെ ആയിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ്. ഓക്കെ, ഇതിന്റെ ചോദ്യം എങ്ങനെയൊക്കെ ആകാം? ഒന്നുകിൽ ഹി പ്രോമിസ്ഡ് ഐ വിൽ കം എയർലി എന്ന് വരാം, അല്ലെങ്കിൽ ഹി പ്രോമിസ്ഡ് ഐ ഷാൾ കം എയർലി എന്ന് വരാം. നമ്മുടെ ചോദ്യം ഐ വിൽ കം എയർലി എന്നാണെങ്കിൽ വില്ല് മാറി നമ്മൾ വുഡ് എഴുതി വെക്കും. വുഡ് എഴുതാം. ഓക്കെ, എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്, വില്ല് വുഡായി മാറും. അപ്പൊ അതുകൊണ്ട് വില്ലാണെങ്കിൽ നമുക്ക് വുഡ് എഴുതാം. അതുപോലെ ഷാൾ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഷുഡ് എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് തരത്തിൽ ഇതിനകത്ത് ഏത് രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളിവിടെ ആൻസർ എഴുതാൻ പറ്റുക. അത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടതാണ്. ഹി പ്രോമിസ്ഡ് ഐ വിൽ കം എയർലി എന്നാണോ, അതോ ഹി പ്രോമിസ്ഡ് ഐ ഷാൾ കം എയർലി എന്നാണോ? ഇതിലേതായിരിക്കും വന്നിരിക്കുക എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം പേഴ്സൺസുമായി ബന്ധപ്പെട്ടും, നമുക്കറിയാം ഇംഗ്ലീഷിൽ 3 തരത്തിലുള്ള പേഴ്സൺസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആഴത്തിൽ അതിന്റെ നിയമങ്ങൾ ഒക്കെ അറിയാവുന്നവർക്ക് ഇവിടെ ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് ഇനി പേഴ്സൺസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. നോക്കുക, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഐയും വിയും. സബ്ജക്റ്റുകളുടെ കാര്യം ഞാൻ പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺസ് ഇതെല്ലാം സബ്ജക്ട്സ് ആണ്. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട്, സെക്കൻഡ് പേഴ്സൺ സബ്ജക്ട്, തേർഡ് പേഴ്സൺ സബ്ജക്ട്. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഐയും വിയും, സെക്കൻഡ് പേഴ്സൺ സബ്ജക്ട് എന്ന് പറയുമ്പോൾ യു, തേർഡ് പേഴ്സൺ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ദേ, ഇറ്റ്, എക്സെട്ര. എക്സെട്ര എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവയല്ല. അതായത് ഹീം, ഷീം, ദയും, ഇറ്റും പിന്നെ ബാക്കിയുള്ളവയല്ല.
എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഒഴിച്ച് ബാക്കി എന്തൊക്കെയുണ്ടോ ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തുമായിരിക്കും തേർഡ് പേഴ്സൺ ആയിരിക്കും. ഹീ ഷീ ദേ ഇറ്റ് മാത്രമല്ല തേർഡ് പേഴ്സൺ. ഈ പറയുന്ന ഐയും വി യു ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് തേർഡ് പേഴ്സൺ. ഇപ്പൊ ഒരു ചെയർ അല്ലെങ്കിൽ ടേബിൾ അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ പെൻസിൽ ഇതൊക്കെ പറയുന്ന എല്ലാം എന്താണ് തേർഡ് പേഴ്സൺസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇംഗ്ലീഷിലെ സബ്ജക്റ്റിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ പ്രൊനൗൺസിനെ, ഇതെല്ലാം പ്രൊനൗൺസ് ആണല്ലോ. പ്രൊനൗൺസിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. ഏതൊക്കെയാ? ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ എന്നും. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐയും വിയും, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ യുവും, തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹി ഷീ ദേ ഇറ്റ് എക്സെട്ര. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പേഴ്സൺസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ടെൻസിൽ പറയുമ്പോഴാണ്? ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ്. കാരണം ഫ്യൂച്ചർ ടെൻസിന്റെ പ്രത്യേകത എന്താണ്? സീരിയസ് സെൻസിലുള്ള ഫ്യൂച്ചർ ടെൻസും ഉണ്ട്, സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചർ ടെൻസും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിമ്പിൾ സെൻസിലുള്ള ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് നമ്മൾ പറയുക. എന്നുവെച്ചാൽ ഉറപ്പില്ലാത്തൊരു കാര്യം പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സണായി വരികയാണെങ്കിൽ, അതായത് ഐയോ വിയോ ആയി വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട സഹായക്രിയ എന്തായിരിക്കണം? ഷാളായിരിക്കണം. എന്തായിരിക്കണം? ഷാളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഐ ഷാൾ, വി ഷാൾ, ഐ ഷാൾ കം അല്ലെങ്കിൽ വി ഷാൾ കം എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? ഒരു സാധാരണ ഭാവിയാണ്. എന്നുവെച്ചാൽ ഞാൻ വേണമെങ്കിൽ വരാം, വരാതെ ഇരിക്കാം എന്നർത്ഥത്തില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ നമ്മൾ സാധാരണ ഭാവിയെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് പറയണം? ഷാൾ ഉപയോഗിക്കണം. എന്നാൽ ഒരു ഉറപ്പ്, ഒരു തീർച്ച, ഒരു സത്യം എന്ന രീതിയിൽ പറയുവാണെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് പേഴ്സൺ വരുവാണെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? വില്ലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം രണ്ട് തരത്തിലുള്ള ഭാവിയുണ്ട്. ഒന്ന് സാധാരണ ഭാവി. സാധാരണ ഭാവിയിൽ ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ അതിൻ്റെ കൂടെ ഷാൾ ഉപയോഗിക്കണം. എന്നാൽ ഒരു തീർച്ച, സത്യം, പ്രതിജ്ഞ, ഉറപ്പ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എന്തിന്റെ കൂടെ? ഫസ്റ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ വില്ല് ഉപയോഗിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സബ്ജക്റ്റ് സെക്കൻഡ് പേഴ്സണോ അല്ലെങ്കിൽ തേർഡ് പേഴ്സണോ, അങ്ങനെയൊക്കെയാണ് സെക്കൻഡ് പേഴ്സണോ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സണുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും വരുവാണെങ്കിൽ അല്ലെ, അതായത് നമ്മുടെ സബ്ജക്റ്റ് ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സെക്കൻഡ് പേഴ്സണോ അല്ലെങ്കിൽ തേർഡ് പേഴ്സണോ ആണെങ്കിൽ, അതായത് യുവോ ഹിയോ ഷിയോ ദിയോ ദയോ ഇറ്റോ എക്സെട്ര. അങ്ങനെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഐയും വി ഒഴിച്ച് ബാക്കി എന്ത് വന്നാലും അങ്ങനെ പറയുന്നതായിരിക്കും ഒത്തിരി എളുപ്പം. നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മുടെ സബ്ജക്റ്റ് ഐയും വിയും ഒഴിച്ച്, അതായത് ഫസ്റ്റ് പേഴ്സൺ ഒഴിച്ച് ബാക്കി എന്ത് വന്നാലും എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ഏതൊക്കെയാ? സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ. അങ്ങനെ വന്നാൽ നമ്മൾ സാധാരണ ഭാവിയാ പറയുന്നതെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വില്ലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തിരിച്ചുപയോഗിക്കണം. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഐയും വിയും ഒഴിച്ച് ബാക്കി എന്ത് വന്നാലും നമ്മൾ സാധാരണ ഭാവിയാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വില്ല് ഉപയോഗിക്കണം. ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യം, ഒരു സത്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഷാൾ ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഐയും വിയും ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വരുവാണെങ്കിൽ സാധാരണ ഭാവിയിൽ നമ്മൾ ഷാളും സീരിയസ് സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ വില്ലും ഉപയോഗിക്കണം. എന്നാൽ ഇവിടെയോ? ഇവിടെ പറയുമ്പോൾ സാധാരണ ഭാവിയിൽ പറയുമ്പോൾ വില്ലും, സീരിയസ് സെൻസിൽ പറയുമ്പോൾ നമ്മൾ ഷാളും ഉപയോഗിക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവം ചെയ്യേണ്ടത്. കാരണം എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഐ ആണ്. ഈ ഐ എന്ന് പറയുന്നത് എന്തിൽ പെടുന്നതാണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ആണ്, ആണല്ലോ, ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇവിടെ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സന്റെ കൂടെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി സാധാരണ ഭാവിയിൽ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ എന്താ ഉപയോഗിക്കുന്നത്? ഷാളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ കാര്യം? കാരണം ഇവിടെ പറയുന്നുണ്ട് പ്രോമിസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രോമിസ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോമിസ്ഡ് എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കണം? ഐ വിൽ കം എർലി എന്നായിരിക്കണം. ഓക്കെ, ചിലപ്പോൾ തെറ്റ് തിരുത്താനൊക്കെ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതേപോലെ നമുക്ക് ഇവിടെ ഷാൾ ആയിരിക്കും തരിക. ആ ഷാൾ വന്നാൽ തെറ്റാണ്. കാരണം എന്താ? ഇവിടെ പ്രോമിസ്ഡ് എന്ന് പറയുന്നു. അപ്പോൾ ഉറപ്പുള്ള സംഭവമാണ്. അപ്പോൾ ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഭാവി കാലത്തിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? വില്ലേ ഉപയോഗിക്കാവൂ. കാരണം ഇത് സീരിയസ് സെൻസിലുള്ള ഒരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ ഉറപ്പിച്ചു. അതായത് ഷാളല്ല, പിന്നെ ഇവിടെ വില്ല് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്നത് നമ്മൾ ഉറപ്പിക്കാം. കാരണം ഇവിടെ പ്രോമിസ്ഡ് എന്ന് പറയുന്ന സംഭവം വന്നതുകൊണ്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണുമായി ബന്ധപ്പെട്ടുള്ള നിയമം നമ്മൾ പഠിച്ചു വെച്ചാലും നമുക്ക് ഉറപ്പിക്കാം ഇത് ഇങ്ങനെയാണ് വരേണ്ടത് എന്ന്.
അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് യഥാർത്ഥ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഹി പ്രോമിസ്ഡ് ഹി ഡാഷ് കം എയർലി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ വുഡ് ആയിരിക്കുമോ, ഷാളായിരിക്കുമോ, വില്ലായിരിക്കുമോ, ഷുഡ് ആയിരിക്കുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് ഇവിടെ. എങ്ങനെ? ഹി പ്രോമിസ്ഡ് ഹി ഡാഷ് കം എയർലി. അപ്പോൾ നമുക്ക് പലരുടെ മനസ്സിൽ വരുന്നുണ്ട് ഇവിടെ വില്ലാണെങ്കിൽ ഇനിയിപ്പം നമുക്ക് ആൻസർ ആയല്ലോ എന്ന് പലരും ചിന്തിക്കും. കാരണം വില്ലായതുകൊണ്ട് പിന്നെ എന്തേ വരാവും? വുഡേ വരാവും എന്ന് പറയാം. പക്ഷെ ഇപ്പോഴേ ഞാൻ പറയാം, ഈ വില്ല് കണ്ടുകൊണ്ട് ഇവിടെ വുഡ് എടുത്ത് എഴുതിയാൽ നമുക്ക് തെറ്റിപ്പോകും. ഇവിടെ വുഡ് അല്ല ആൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴേ ഞാൻ അങ്ങ് പറയുക, ഇവിടെ വുഡ് ആയിരിക്കത്തില്ല ആൻസർ, വുഡ് വരത്തില്ല ആൻസർ ആയിട്ട്. പിന്നെ എന്തേ ആൻസർ വരത്തുള്ളൂ? ഷുഡേ ആൻസർ വരത്തുള്ളൂ. എന്തേ വരത്തുള്ളൂ? ഷുഡേ ഇവിടെ ആൻസർ ആയി വരത്തുള്ളൂ എന്ന് ഞാൻ പറയാം. ഇവിടുത്തെ ആൻസർ ഓൾറെഡി ഞാൻ പറയുകയാണ്, ഷുഡ് ആണ് ഇവിടുത്തെ ആൻസർ. ഇനി എന്റെ റീസൺ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇവിടെ വുഡ് വരത്തില്ല, എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഷുഡ് വരുന്നതെന്നുള്ള റീസൺ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഷുഡ് വരുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഒരു ഉറപ്പുള്ള സീരിയസ് സെൻസുള്ള ഭാവിയാണ് ഇത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം സീരിയസ് സെൻസുള്ള ഭാവിയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതേ സെൻസ് തന്നെ വരണം. ഓക്കെ, അതേ സെൻസ് തന്നെ വരണം. അപ്പൊ ഇവിടെ തന്നെ വെച്ച് നമുക്കത് ക്ലിയർ ചെയ്യാം. ഈ ഭാഗത്ത് വെച്ച് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഹി പ്രോമിസ്ഡ് ഐ വിൽ കം എയർലി എന്ന് പറഞ്ഞ സംഭവം, ഇതിനാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് പേഴ്സണെ പിടിച്ച് എന്താക്കണം? തേർഡ് പേഴ്സൺ ആക്കണം. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹി വരാം, ഷീ വരാം, ദേ വരാം, ഇറ്റ് വരാം, എക്സെട്ര, അതെല്ലാം വരാം. ഇവിടെ ഹി എന്ന് പറഞ്ഞു, അവനാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഐ എന്തായി മാറും? ഹി ആയി മാറും. അങ്ങനെ ഹി ആയി മാറുമ്പോൾ പിന്നെ തേർഡ് പേഴ്സണോട് കൂടി എന്തേ വരാവൂ? ഏത് സാഹചര്യത്തിൽ? സീരിയസ് സെൻസിൽ. പ്രോമിസ്ഡ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഹി കഴിഞ്ഞാൽ, ഹി എന്നത് തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ ആവുമ്പോൾ പിന്നെ എന്തേ വരാവൂ? ഷാളെ വരാവൂ. ഓക്കെ, ഷാളെ വരാവൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ ഐ വന്നതുകൊണ്ടാണ് ഇവിടെ വില്ല് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഐയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ആയി മാറുന്നു. പിന്നെ ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഷാളായിട്ട് സങ്കല്പിക്കണം. ഏതിനെ? ഈ വില്ലിന്. അപ്പോ ഈ ഹിയെ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കിന് ഹിയുടെ കൂടെ ആരും അങ്ങ് മാറുന്നു? ഈ വില്ലും അങ്ങ് മാറി എന്തായി മാറുന്നു? ഷാളായി മാറുന്നു. അങ്ങനെ ഷാളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഷാളിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാവൂ? ഷുഡായിട്ട് എഴുതാവും. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ എന്ത് എഴുതാവൂ? ഷുഡായിരിക്കണം എഴുതേണ്ടത്. അപ്പൊ ഷാള് മാറി ഇവിടെ എന്ത് വരണം? ഷുഡായി വരണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഷുഡാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഷുഡ് ആൻസർ ആണെന്ന് പറയാനുള്ള കാരണം. നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതേ സെൻസ് തന്നെ നമ്മൾ നിലനിർത്തുക. റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ എന്തായി മാറി? ഐ ഹി ആയി മാറി. അങ്ങനെ ഹി ആയി മാറിയിട്ട് പിന്നെ നമ്മൾ വില്ലിന് പകരം വുഡ് എഴുതി കഴിഞ്ഞുള്ള കുഴപ്പം എന്തുവാ? അത് സിമ്പിൾ സെൻസ് ആയി മാറും. കാരണം ഹി വിൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയി മാറും. കാരണം തേർഡ് പേഴ്സന്റെ കൂടെ വില്ല് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? സെക്കൻഡ് പേഴ്സന്റെ കൂടെ തേർഡ് പേഴ്സന്റെ കൂടെ വിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സീരിയസ് അല്ലാത്ത അല്ലെ സിമ്പിൾ സെൻസ് ഉള്ള ഫ്യൂച്ചറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് തന്നെ ആ സെൻസ് നമ്മൾ നിലനിർത്തണം. സെൻസ് നിലനിർത്താൻ വേണ്ടി ഹി വന്നപ്പോൾ നമ്മൾ വില്ലിനെ പിടിച്ച് ഷാളാക്കി. ആ ഷാളിനെ പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഷുഡാക്കി. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ആൻസർ ഷുഡാണ്. ഓക്കെ, അപ്പം ഹി പ്രോമിസ്ഡ് ഹി ഷുഡ് കം എയർലി എന്ന് വരും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരാം. PSC സാധാ രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷകളിലേക്ക് നോക്കാൻ നമുക്കറിയാം. ഇനി PSC ഇത്തരത്തിൽ വെച്ചുകൊണ്ട് ഈ പേഴ്സൺസുമായി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എക്സെപ്ഷൻ റൂൾസുകൾ നമ്മൾ പഠിച്ചു വെച്ചു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും കിട്ടുവാൻ വേണ്ടി, ചോദ്യങ്ങളും അതിന്റെ ആൻസറും വിശകലനവും ഒക്കെ കിട്ടാൻ വേണ്ടി ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.